നമസ്കാരം. എല്ലാ ഭക്തമാനസങ്ങൾക്കും നമസ്കാരം. ക്രോസോത്തപ്പൻ്റെ തിരുനടയിലെ ശ്രീ സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിലെ വൈശാഖ മാസ മഹോത്സവം, അതുപോലെ തന്നെ പ്രതിഷ്ഠാ വാർഷികം, തുടർന്ന് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം, ഒരു 11 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വൈശാഖ മാസ മഹോത്സവ കാലം. അതാണ് സന്താന ഗോപാലമൂർത്തി ക്ഷേത്രമായിട്ടുള്ള ക്രോസോത്തപ്പൻ്റെ തിരുനടയിൽ നടക്കാൻ പോകുന്നത്. 2026 ഏപ്രിൽ 26 മുതൽ തുടങ്ങിയാൽ മെയ് 6 വരെയാണ്. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു ഡേറ്റാണ്. 2026 ഏപ്രിൽ 26 മുതൽ മെയ് 6 വരെ. സപ്താഹം നടക്കുന്നത് ഏപ്രിൽ 30 മുതൽ മെയ് 6 വരെയാണ്. സപ്താഹ ആചാര്യ നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ടുള്ള, ആദരണീയയായിട്ടുള്ള ശ്രീമതി രാജേശ്വരി രാധാകൃഷ്ണൻ അമ്പല്ലൂർ. ജ്ഞാനത്തിൽ നിന്നും ഉദിച്ച ഭക്തിയാൽ ശരിക്കും ക്ഷേത്രസന്നിധിയെ അമ്പാടിയാക്കി മാറ്റുന്ന ആ മഹായജ്ഞ ദിവസങ്ങളെ ധന്യമാക്കുവാനായിട്ട് എല്ലാ ഭക്തമാനസങ്ങളുടെയും ശ്രദ്ധ ക്രോസോത്തപ്പൻ്റെ തിരുനടയിലേക്ക്, ആ സന്താന ഗോപാലമൂർത്തിയുടെ തിരുസന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ നടക്കുന്ന ആ വൈശാഖ മാസ ഉത്സവ ദിനാചരണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ഷേത്രപാലകർ സംസാരിക്കുന്നു. എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റത്താണ് അതിപൗരാണികമായിട്ടുള്ള ഈ ക്ഷേത്രം. കോട്ടയം എറണാകുളം LS സ്റ്റോപ്പായിട്ടുള്ള ചാലക്കപ്പാറയിലോ അരയങ്കാവിലോ ഇറങ്ങിയാൽ ഈ 2 സ്റ്റോപ്പിനും ഇടയിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഉത്സവ ആഘോഷ ദിനങ്ങളെക്കുറിച്ച് ക്ഷേത്രപാലകർ സംസാരിക്കുന്നു. വൈശാഖ മാസ ഉത്സവം പ്രതിഷ്ഠാ വാർഷികവും അത് 2026 ഏപ്രിൽ 26 മുതൽ 2026 മെയ് 6 വരെയാണ്. അതായത് 1201 മേടം 13 മുതൽ 23 വരെയാണ് നമ്മളത് ആഘോഷിക്കുന്നത്. അതിനകത്ത് വൈശാഖ മാസ വിശേഷാൽ ദീപാരാധന 18/4/2026 മുതൽ 16/5/2026 വരെയും, പ്രതിഷ്ഠാ വാർഷികം 2026 ഏപ്രിൽ 26 മുതൽ 29 വരെ, ഭാഗവത സപ്താഹയജ്ഞം 30/4/2026 മുതൽ 6/5/2026 വരെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഒന്നാം ദിവസമായി 26/4/2026 ഞായർ മുതൽ വിവിധ കലാപരിപാടികളും മറ്റുള്ള പുറത്തുനിന്നുള്ള കലാപരിപാടികളുമായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മളിവിടെ ആഘോഷിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. മേളമാസത്തിൽ അത്തന്നാൾ ആണ് നമ്മളുടെ പ്രതിഷ്ഠാദിനമായി കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തിയ ഏത് നാളാണോ ആ നാളാണ് പ്രതിഷ്ഠാദിനമായി എല്ലാ വർഷവും കണക്കാക്കേണ്ടത്. അപ്പോൾ ആ മാസവും ആ നാളുമാണ്. ഇക്കൊല്ലം നമുക്ക് അത് വരുന്നത് ഏപ്രിൽ മാസം 29-ാം തീയതി ആണ്. മേടമാസത്തിൽ അത്തം. അത് ഭക്തജനങ്ങൾ ഓർത്തിരിക്കുകയും ചെയ്യണം. മേടമാസത്തിൽ അത്തമാണ് നമ്മുടെ പിന്നെ ക്ഷേത്രത്തിൻ്റെ മൂർത്തിഭാവം നമുക്ക് ഈ സന്താന ഗോപാല മൂർത്തിയായിട്ട് നമ്മളുടെ അർജുനൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണൻ കുട്ടികളെ എടുത്തു കൊടുക്കുന്ന ഭാവമാണ് ഈ കുട്ടി എടുത്ത് ഇവിടെ നിൽക്കുന്ന ഭാവം പുരാണത്തിനനുസരിച്ച്. ഈ സന്താന ഗോപാലമൂർത്തിയുടെ ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ വഴിപാടുകളെക്കുറിച്ച് ഈ ലോകത്തുള്ള ഭക്തജനങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ഈ ക്ഷേത്രം പുറത്തേക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വഴിപാട് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. ഇതിനകത്ത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നമുക്ക് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഓടക്കുഴൽ സമർപ്പണം, ഉത്തമ സന്താന ലബ്ധിക്കായിട്ട് തൊട്ടിലും കുട്ടിയും സമർപ്പണം. അത് വളരെ വിശേഷാൽ വഴിപാടാണ്. ഉത്തമ സന്താന ലബ്ധിക്കായി സന്താന വ്രത ഹോമം, അതും വളരെ വിശേഷമാണ്. കുട്ടികളുടെ സൽസ്വഭാവ രൂപീകരണത്തിനും ബുദ്ധി വികാസത്തിനും വേണ്ടി സന്താന ഗോപാല ഹോമം, അതും നമുക്ക് ഇവിടെ പ്രാധാന്യമാണ്. പിന്നെ പാൽ പന്തീരാഴി, അതുപോലെ തന്നെ നിത്യ നിദാന പൂജയുമുണ്ട്. വൈശാഖ മാസത്തിൽ വിശേഷാൽ ദീപാരാധനയുണ്ട്. പിന്നെ അതുകൂടാതെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വഴിപാടുകളുണ്ട്. അത് ബ്രഹ്മകലശം, പരികലശം, കലശപൂജ, നിറമാല, പിന്നെ ദീപാരാധന, അഹസ് എന്നീ വിശേഷപ്പെട്ട വഴിപാടുകളും. പിന്നെ നമ്മുടെ സപ്താഹ യജ്ഞവേദിയിലെ മറ്റുള്ള വഴിപാടുകൾ, ഒരു ദിവസത്തെ പൂജ ഉണ്ട്, എണ്ണ സമർപ്പണം ചെയ്യാം, അന്ന സമർപ്പണമുണ്ട്. സപ്താഹത്തിന് നമുക്ക് പ്രസാദമൂട്ട് വഴിപാടുണ്ട്. അതിൽ ഉച്ചഭക്ഷണം, പ്രഭാത ഭക്ഷണം, അത്താഴമൂട്ട് എല്ലാം ഇതിനകത്തുണ്ട്. സപ്താഹത്തിന് നമുക്ക് അന്നദാനം ഒരു ദിവസത്തെ, അങ്ങനെ പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം ഉണ്ട്.
ക്ഷേത്രത്തിലേക്കുള്ള വഴി യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തും. അത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമാണ്. റോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് QR കോഡും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. റോസോത്തപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂമിയെ തിരിച്ച് ക്ഷേത്രഭൂമിയാക്കുവാനായിട്ട് ഈ സംരംഭത്തിൽ എല്ലാവരും അണിചേരുക. നമുക്ക് കഴിയാവുന്ന രീതിയിൽ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് എല്ലാവരും സഹകരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.